ഈ വടകര എത്ര കണ്ട ജനങ്ങളാണ്. ഒരു ദിവസം രാവിലെ ഒരുത്തം വന്നാൽ അങ്ങ് പിന്നെ മക്കേരി കളിയുന്ന കൊഞ്ചം അങ്ങ പാറുക്കണ്ണ. അതാരൊക്കെയാ വർഗീസേ? പുറത്തൊരു കൂട്ടം തന്നെ ഉണ്ടല്ലോ. അയൽവക്കക്കാരും നാട്ടുകാരും ഒക്കെയാ. എന്താണോ ബഹളം? പ്രൈം മിനിസ്റ്റർ എത്തിയോ? ഇതിലും ഭേദം അങ്ങേര് വരുന്നതായിരുന്നു. ടൈഗർ എന്താ ഉറക്കം വരുന്നു. പാലക്കാട്ടെ ജനങ്ങൾ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത് ജയിച്ചു വരണമെന്നാണ്. സത്യം പറ, ഞാൻ ആരുമല്ല. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. പാലക്കാടിന്റെയും കൂടെ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ട് ഈ അംഗത്തിന്. അതുകൊണ്ട് ഞങ്ങൾ ജയിച്ചിരിക്കും. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അതെ, ഇത് UDF-നുള്ളതാണെന്ന് വടകരയിലെ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ചെക്കൻ വന്നിറങ്ങിയപ്പോ തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ ഫ്യൂസ് കൂടി. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. ഈ കണക്കിന് റിസൾട്ട് വരുമ്പോ ഉമ്മാര് താപനിലയത്തിന്റെ ഫ്യൂസ് ഊരിയാലും നമ്മളാരും ഞെട്ടണ്ട എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. നിനക്ക് ടെൻഷൻ ഇല്ല, എനിക്കുണ്ട്. ഇത്രയും കാലം കൂടെ വന്നിട്ട് ഇപ്പൊ മറ്റൊരുത്ത വർത്തമാനം പറയാം. എനിക്ക് ടെൻഷൻ ഇല്ല, നീ വന്നേ. വടകരയുടെ പ്രത്യേകത 2 MLA-മാരെ മത്സരിക്കുന്നല്ലേ. ഒരു സെലിബ്രിറ്റി മണ്ഡലം 2 MLA-മാര് മത്സരിക്കുന്നു. ഞാൻ മാക്സിമം വേണ്ടെന്ന് പറഞ്ഞതാ, എന്നിട്ട് കേട്ടില്ല എന്റെ മനസ്സ്. CPM-ന്റെ MLA മട്ടന്നൂരിന്ന് വന്നപ്പോ ആരെങ്കിലും കരയുന്നത് നിങ്ങൾ കണ്ട? എന്റെ ജീവിതത്തിൽ ഇത്ര ഞാൻ ചിരിച്ചിട്ടില്ല. കൊലച്ചിരിയായിരുന്നല്ലേ? ആരെങ്കിലും കരയുന്നത് നിങ്ങൾ കണ്ട? ആരെങ്കിലും ഒരാൾ കരയുന്നുണ്ട? കണ്ടില്ല. ഞാൻ പോവാന്ന്. അതെ, കുറച്ച് പതുക്കെ പറഞ്ഞാലും കേൾക്കാം. പിന്നെന്താ ഞെട്ടാത്തത്? പക്ഷെ ഷാഫി പറമ്പിൽ വന്നപ്പോ പാലക്കാട് മുഴുവൻ ആളുകളും കരഞ്ഞു. നമ്മളെന്തിനാ അതൊക്കെ നോക്കുന്നല്ലേ? എന്താ കാര്യം എന്നറിയാവോ? വിസിറ്റ് വിസയ്ക്ക് മുമ്പ് ആരും കരയില്ല, പക്ഷെ പെർമനന്റ് വിസയ്ക്ക് പോകുമ്പോ എല്ലാരും കരയും. ടീച്ചർ ഇവിടെ വന്നത് വിസിറ്റ് വിസയ്ക്ക്, ഷാഫി പറമ്പിൽ വന്നത് പെർമനന്റ് വിസയ്ക്ക്. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. TP ചന്ദ്രശേഖരന് കൊണ്ട ഓരോ വെട്ടിനും നമ്മൾ എണ്ണി 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 കണക്ക് ചോദിച്ചിരിക്കും. ആ തണ്ടി RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? കൊടി സുനിമാരുടെ സംരക്ഷകന്മാർക്കും കുഞ്ഞനന്ദന്മാരുടെ ആരാധകർക്കും വടകരയുടെ മണ്ണിൽ ഇടമില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്.